എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പേസ്റ്റിൻ്റെ ഒഴിഞ്ഞിട്ടുള്ള ബോക്സ് വെച്ചിട്ട് ഉള്ളൊരു നല്ല ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന വസ്തുക്കളൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് നല്ലൊരു കാര്യമല്ലേ. ഒരുപാട് പേരിപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്നേഹമൊക്കെ കമൻറ്റിലൂടെ വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു കൊച്ചു ഐഡിയയിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റിന് ഇതുപോലത്തെ ഒരേ ഒരു ബോക്സ് മതി കേട്ടോ. അപ്പോൾ കൂടുതൽ ബോക്സ് നമുക്ക് യൂസ് ആക്കിയിട്ട് വേറൊരു ദിവസം ചെയ്യാം. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ. ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരെണ്ണം എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലുള്ള ആ ഒരു പേപ്പർ കട്ട് ചെയ്ത് മാറ്റാം. ഒരു ഭാഗം ഓപ്പൺ ആയിട്ടും മറ്റേ ഭാഗം ക്ലോസ്ഡ് ആയിട്ടും മതി. എന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു പേരൊക്കെ കാണാൻ പാടില്ലല്ലോ. അപ്പോൾ അതെന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ നൂലാണ് എടുക്കുന്നത്. ഇങ്ങനത്തെ വുളൻ നൂല് നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിലോ ഫാൻസി ഷോപ്പിലോ ചോദിച്ചാൽ കിട്ടും. നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ചുറ്റി ഈ ഒരു പാക്കറ്റിനെ കവർ ചെയ്യാം. നല്ല കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല റെഡോ റോസോ പിങ്കോ അങ്ങനത്തെ കളറൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്കും വൈറ്റും വെച്ചിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തിട്ട് കവർ ചെയ്ത് എടുക്കുകയാണ് ചുറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റിൽ നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു ഗ്ലൂ ഗണ്ണിനൊരു ലീവ് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പേരായിട്ട് എപ്പോഴും പറയും ഗ്ലൂ ഗണ്ണില്ലാണ്ട് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ആവാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഫെവി ബോണ്ടാണ് കേട്ടോ. അപ്പോൾ ഫെവി ബോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്തപ്പോൾ നമ്മുടെ അത്രയ്ക്കും ഫെവിക്കോളിൻ്റെ അത്രയ്ക്ക് കുറച്ച് അധികം സമയം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഒട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് ചെയ്യുന്ന ക്രാഫ്റ്റ് ആയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ട് വെച്ചിട്ട് ചെയ്യാമെന്ന് എനിക്കിപ്പോൾ ഇത് ചെയ്തപ്പോൾ തോന്നി. അപ്പോൾ എല്ലാവരും അങ്ങനെയും ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇതുപോലത്തെ ഒരു പഴയ ബുക്കിൻ്റെ ചട്ട വേണം. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള പഴയ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ചട്ട നമുക്ക് ഊരിയെടുക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്ററിൽ ഒരു ചതുരം വരച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഇങ്ങനെ പെൻസിൽ വെച്ച് വരച്ചിട്ട് എന്തെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ സെൻറ്ററിലുള്ള ആ ഒരു ചതുരം കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് അവിടെ ഞാനിപ്പോൾ ഒരു OHP ഷീറ്റിൻ്റെ പീസ് അതേ അളവിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു OHP ഷീറ്റ് നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഐറ്റംസൊക്കെ ഇല്ലേ, പേപ്പറുകൾ, അതുപോലെ കോപ്പി ബുക്സ്, പ്രൊജക്റ്റ് ബുക്സൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. സിംഗിളായിട്ടോ പാക്കറ്റായിട്ടോ ഒക്കെ കിട്ടും. നമുക്ക് ഗ്ലാസ്സിന് പകരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെയിറ്റ് ഒന്നുമില്ല. അതിൽ നിന്നൊരു പീസാണ് ഇപ്പോൾ ഒട്ടിച്ച് കൊടുത്തത്. ഇപ്പോൾ ദേ ഇതിനൊരു ഗ്ലാസ് ഇട്ട പോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഈ ഒരു ബുക്കിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ആ ഒരു സൈസിന് തന്നെ ഒരു വൈറ്റ് പേപ്പറും കൂടെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഒരു 3 സൈഡ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഒരു സൈഡ് ഒട്ടിക്കാതെ വിടുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ഫോട്ടോ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പണ്ട് ഞാനിങ്ങനെ ബുക്ക് വെച്ചിട്ടൊരു ഫോട്ടോ ഫ്രെയിമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതിയിട്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ക്ലിയർ ആവും. ഇപ്പോൾ നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോ വയ്ക്കാൻ പറ്റും. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ടേപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ടേപ്പുകൾ നിങ്ങൾക്ക് ആമസോണിൽ കയറിയിട്ട് വാഷി ടേപ്പ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ടേപ്പ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റിയിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വാങ്ങാം. ഇങ്ങനെ ഗമ്മുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഈസിയാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ ഫാൻസി ഷോപ്പിലോ ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. എപ്പോൾ ചെന്നാലും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് ഞാനിപ്പോൾ കാണാറുണ്ട്. ഇപ്പോൾ എല്ലാ ഷോപ്പിലും വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ ചില ഷോപ്പിലൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് വേണമെന്നുള്ളവർ അങ്ങനെ വാങ്ങാം കേട്ടോ. അധികം വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇതെല്ലാ സൈഡിലും ഒന്ന് ഒട്ടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം.
ഇനി നമുക്ക് ഇതുപോലത്തെ നൂല് വെച്ചിട്ട് തന്നെ 1-2 ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയിട്ട് ഇതിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പെൻ എടുക്കുക. എന്നിട്ട് ആ പെന്നിൻ്റെ ടോപ്പിൻ്റെ ഭാഗത്ത് നൂലൊന്നിങ്ങനെ കൊളത്തി വയ്ക്കുക. അത് നമുക്ക് ഊരാനുള്ളതാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. അത് ഇങ്ങനെ പോരാതിരിക്കണം, അത്രയ്ക്കേ ഉള്ളൂ. എന്നിട്ട് മറ്റേ സൈഡ് അതിൻ്റെ ആ ഒരു അടിഭാഗത്തോട്ട് കൊണ്ടുപോവുക, കണ്ടില്ലേ ഇതുപോലെ. എന്നിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് എടുത്തിട്ട് പെന്നിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവണില്ലേ? ഇനി ചെയ്യുമ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 35-40 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കുക. അങ്ങനെ റിങ് പോലെ വരും. അപ്പോൾ അത്രയും ആയി കഴിയുമ്പോൾ പതുക്കെ നമ്മൾ ഈ നൂല് 2 ഭാഗത്തു നിന്നും വെടിയിക്കുക. ആ ഒരു ടോപ്പിൻ്റെ ഭാഗത്തും പിന്നെ അടിഭാഗത്തും. എന്നിട്ട് ആ ഒരു റിങ്ങുകൾ അതിൽ നിന്ന് ഊരിയെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് 2 അറ്റവും പിടിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. മുറുക്കി കെട്ടുന്നതോട് കൂടിയിട്ട് അതൊരു ഫ്ലവറിൻ്റെ പോലെ ഏകദേശം ഒരു ഷേപ്പിൽ വരും. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഇനി ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും ഇതുപോലെ ഇങ്ങനെ ടേപ്പ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ ആ ഒരു ഫ്രെയിമും ആ ഒരു ബോക്സും ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഇത് രണ്ടും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഒരു ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്ത് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി ആ ബുക്കിൻ്റെ ഭാഗം. അത് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാം. ഞാനിപ്പോൾ ഒരു ലേസാണ്, ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡൽ. ഇത് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അതിൽ നിന്ന് പീസുകൾ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ബോർഡിൽ ഇത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. ഒന്നുകിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ഫ്ലവർ സിമ്പിളായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇത് ഞാൻ ആ ഒരു നമ്മൾ പാഴ്സൽ കിട്ടുന്ന അലുമിനിയം ഫോയിലിൻ്റെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, വേസ്റ്റാക്കി കളയുന്ന ആ ഒരു അലുമിനിയം ഫോയിൽ എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ഞാനൊരു മാച്ചിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതിൽ നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫാമിലി ഫോട്ടോ, കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ടേബിളിലോ അല്ലെങ്കിൽ ഷോക്കേസിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഒരു റഫായിട്ടൊരു ഇമേജ് വെച്ച് കൊടുത്തതാണ്. ഈ ഒരു ഫ്രെയിമിൻ്റെ 2 സൈഡിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പേസ്റ്റിൻ്റെ ബോക്സ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ നമ്മൾ നൂലല്ലേ ചുറ്റി കൊടുത്തത്, ആ നൂല് ചുറ്റുന്ന പരിപാടി കുറച്ച് മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ടേപ്പ് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തീരും. നൂലാകുമ്പോൾ ഓരോന്നിങ്ങനെ കനം കുറഞ്ഞ നൂലല്ലേ, അത് ചുറ്റി ചുറ്റി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ടേപ്പ് ആകുമ്പോൾ പെട്ടെന്നാവും. അപ്പോൾ മടിയുള്ളവർക്ക് അത് നല്ലൊരു ചോയ്സാണ്. നല്ല ഭംഗിയായിരിക്കും എന്നാലും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് അഭിപ്രായം പറയാറുണ്ട്, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നത് വായിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അറിയിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ
ഒന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കണം. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്